ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലാണ്. കാശ്മീർ ശ്രീനഗറിലുള്ള പിന്നെ ഈ ഒരു ടെമ്പിളിലാണ് ഉള്ളത്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മണിയടിച്ചില്ല. കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോകാനുണ്ട്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1500 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ മുന്നേ പേടിപ്പിച്ച് തന്നേട്ടാ. അത്രയൊന്നുമില്ല, ഒരു 150 സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ്. ഏതായാലും ബാക്കി കാഴ്ചകൾ നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചു തരാം. നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. ചൂടില്ല വെയിലിന്, പക്ഷെ ഒരു ചെറിയൊരു തണുപ്പ് നന്നായിട്ട് കതുക്കുന്നുണ്ട്. ബോഡി അനങ്ങുമ്പോ നല്ല കതുപ്പ്. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി ഇപ്പൊ കയറി ക്ഷീണിച്ചതാ. രണ്ടുപേരും ഇവിടെ ഉണ്ട്. നമ്മള് ഇത്ര സ്റ്റെപ്പ് കയറിയിട്ടാണ് മോളിൽ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെയും താഴെ നിന്ന് വന്നാ നമ്മളിത് നടന്നിരുന്നത് എത്തി. ഇനി പതുക്കെ നമുക്ക് കുറച്ച് ദൂരം കൂടി മുകളിൽ കയറാണ്ട്. അതും കൂടി കയറി കഴിഞ്ഞാൽ അവിടെ എത്തിയായി. ഇത് 1846 ഇവിടെ ഒരു അമ്പലം നിർമ്മിച്ചത്. എസ്റ്റിമേറ്റഡ് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. മൊത്തം ശ്രീനഗർ ഇതാ. ചെറിയ 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 ഒരുപാട് അതന്നെ കാർബോർഡ് വെട്ടി അടുക്കി വെച്ച മാതിരി. ഇതാ കാണുന്നത് ഡാൽ ലേക്കാണ്. കുറേ ശിക്കാരാസൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം വരുന്ന വഴിക്ക് അതൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ വേറെ തന്നെ ഒരു വ്യൂ ആണ് കേട്ടോ. വെറുതെ അല്ല ഇവരിവിടെ വന്നിട്ട് തപസ്സിരുന്നു കേട്ടോ. അത്രയോ അടിപൊളി സ്ഥലം എന്നെല്ലാം പറഞ്ഞാൽ കിട്ടില്ല സ്ഥലം. ഇതൊക്കെ ഒരിക്കൽ വന്ന് കാണാൻ തന്നെ വേണം കേട്ടോ. ഇത് ശങ്കരാചാര്യരെ കുളിച്ചുകൊണ്ടിരുന്ന ഇതാണ് നമ്മുടെ ഒരു കുളം, കിണർ ടൈപ്പ് സാധനം. ഇവിടെയൊക്കെ മഞ്ഞും മൂടി കിടക്കുന്ന സ്ഥലമാണ്. ചിന്തിച്ചു നോക്കറല്ലേ, ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നില്ലെങ്കിൽ അടിപൊളി വൈബായിരിക്കും. അതന്നെ എൻ്റെ അമ്മ, എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഈ ഫോണിൻ്റെ അകത്തൊന്നും ഇതിൻ്റെ ഒരു പകുതിയിലൊരു അംശം പോലും വരില്ല കേട്ടോ ഇതിൻ്റെ ഭംഗീൻ്റെ. അത്രയും അടിപൊളി. ഇവിടെ ഇപ്പം നല്ല വെയിലാണ്, പക്ഷെ വെയിലിന് നല്ല തണുപ്പ്, അങ്ങനെ ചൂടില്ല. അതെ, നല്ല നല്ല സുഖമുണ്ട്. ഇവിടെ ഒരു സമാധാനത്തിൽ വന്ന് ഇരിക്കാം. ഇതാ ഇവിടെ നമ്മുടെ ഫ്ലാഗൊക്കെ ഉണ്ട്. ഇവിടെയാണ് ശ്രീ ശങ്കരാചാര്യർ തപസ് ചെയ്ത സ്ഥലം. ഇതിൻ്റെ അകത്തേക്കാണ്. അതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ പീഠത്തിലിരുന്നിട്ടാണ് തപസ് ചെയ്തത്. ശങ്കരാചാര്യർ ഇരുന്ന് തപസ് ചെയ്ത സ്ഥലത്ത് വേറെ 2 സ്ത്രീജനങ്ങളിരുന്ന് തപസ് ചെയ്യുന്നുണ്ട്. 1935 ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ വ്യൂ ആയത്. 1935 ഇത് ഇങ്ങനെ ആയിരുന്നു. ഇപ്പോഴും ഇതാ ഇത് ഇങ്ങനെയാണുള്ളത്.
നമ്മളങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തേക്ക് ഇറങ്ങാണ്. അതെ, അടിപൊളി. 1 മണി അടിച്ചേക്കെ എന്റെ വകയെ കൂടി. ഇവളും മണി അടിക്കാൻ മിടിക്കാന്ന്. അങ്ങോട്ട് പോകുമ്പോ അടിച്ചിന്, ഇങ്ങോട്ട് വരുമ്പോ അടിച്ചിന് മണി അല്ലേ. അപ്പൊ നമ്മൾ താഴോട്ടേക്ക് ഇനിയിപ്പം സ്റ്റെപ്പ് ഇറങ്ങേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് അമ്മക്ക് ഇനി പേടിക്കണ്ട കേട്ടാ. പതുക്കെ നടന്നാൽ മതി. ഇങ്ങോട്ട് വരുമ്പോ ഒരു വകയായി. ഞാൻ പിന്നെ എണ്ണ എടുക്കാത്തോണ്ട് പറയാൻ പറ്റില്ലല്ലോ എത്ര പടിയുണ്ട് ടോട്ടല്. അതെ, ഇപ്പൊ പിന്നെ ഇറങ്ങാൻ നല്ല സുഖം. സ്ലിപ്പാവുന്നുണ്ടെ നോക്കണം. ഈ കല്ല് ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്ന ഒരു ടൈപ്പ് സാധനം. കരിങ്കല്ല് തന്നെയാണ് ഇത് സാധനം. പക്ഷെ നടന്നു കാണുന്ന ആൾക്കാർ അല്ലേ. അത് ശരി. അതെ, നമുക്കിനി താഴെ പോവാം. അടുത്ത കാഴ്ചകൾ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബുക്സൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബുക്ക്. രുദ്രാക്ഷത്തിൻ്റെ കീച്ചെയിനൊക്കെ ഉണ്ട്. നമുക്കൊന്നും വേണ്ടല്ലോ അല്ലേ. ആ വളം എടുത്ത് അതൊന്നും വേണ്ട പോയേ. കളവോ അവിടെ ഏതാണ്ട് ശിവലിംഗത്തിൻ്റെ ഒക്കെ സാധനം. ശിവലിംഗം कितना 400 की 2 पीस है. 400 हाँ 1250. 250. അവിടെ നല്ല കിടന്ന ഒരു ചന്ദനൊക്കെ തൊട്ട് വരുന്നുണ്ട് കേട്ടോ. ആടത്തെ നമ്പൂതിരി തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നെ കാണാനല്ല വെച്ചിട്ട് സുന്ദരൻ. ഒരു കൊള്ളി കൊണ്ട് ഞാനെന്റെ അവിടെ പോയിട്ട് കൈ നീട്ടി. അവിടുന്ന് നമ്മുടെ ഈ കൽക്കണ്ടം കൂടി കിട്ടീനെ കേട്ടോ. പിന്നെ പ്രസാദമായിട്ട്. പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. അത് നമ്മൾ അപ്പം തന്നെ വാലിട്ട് അതിന്റെ ഉള്ളിൽ ഫോൺ അതിന്റെ ഉള്ളിൽ കയറ്റിക്കൂടാൻ തോന്നുന്നു അവർ ഇരിക്കുന്നിടത്ത്. അത് അവിടെ ഫോട്ടോഗ്രാഫി പറ്റൂല. അതുകൊണ്ട് നമ്മള് പുറത്തുനിന്ന് മാത്രമേ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫുൾ ദേവദാരും മുകളിൽ കാണുന്നത്. അത് നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ ശ്രീശങ്കരാചാര്യനൊക്കെ കണ്ടിട്ട് വേണ്ട രസമില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ വേഗം നടക്കുന്ന ആളെ പേർക്ക് തന്റെ വേഗം. അപ്പോൾ അത്രയല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മള് അമ്പലത്തിന്റെ താഴെ എത്തി. വണ്ടിയുടെ അങ്ങോട്ട് നടന്നു പോക്കാം. നമ്മളിനി വണ്ടി കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്. വീഡിയോ ഒരു ഗുമ്മില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഏതായാലും നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്തിരിക്കാം. അതെ, ഇനി നമ്മൾ പോകുന്നത് എവിടേക്കാ? അത് ഡ്രൈവർ പറയും. അതെ, എല്ലാം ഡ്രൈവറുടെ കയ്യിലാണ്. ഓക്കെ, എന്നാ പിന്നെ ഇവിടെ മരങ്ങളെ ചിലപ്പം ഇത് ഒറ്റൊരു വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ അതും കൂടി മിക്സ് ആക്കി ചിലപ്പം അങ്ങനെ. ദേവദാരു മരം കാണിച്ചു. പറകിൽ കാണുന്ന മുഴുവൻ ദേവദാരു മരങ്ങളാണ്. ഫോറസ്റ്റ് ചെയ്ത് അവിടെ ഒരു പഞ്ചാബി സിംഗ് ഫോട്ടോ അല്ല വീഡിയോ എടുക്കും അല്ല ഡ്യൂട്ടി എടുക്കുന്നു. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ഡാൽ ലേക്കിന് അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അടുത്തായി ഗാർഡനൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. മുഗൾ ഗാർഡൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അടുത്തത് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഭക്ഷണം കഴിക്കാണ്. എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഫാനിൻ്റെ സൗണ്ടായിട്ടൊന്നും കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കേൾക്കുന്നുണ്ടാവോ? നമ്മൾ ഈ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ദില്ലി റെസ്റ്റോറൻറ്റ്. വായിച്ചു നോക്കൂ, ദില്ലി റെസ്റ്റോറൻറ്റ് എവിടെയുള്ളത്? ഇവിടെ എല്ലാതരം ഫുഡും കിട്ടും. ഇവിടെ സൗത്ത് ഇന്ത്യൻ വേണമെങ്കിൽ അതുണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഏത് വേണം കഴിക്കാം. പൊറോട്ട മാത്രമില്ല, നമ്മുടെ നാട്ടിലെ പൊറോട്ട മാത്രമില്ല, ബാക്കി ദോശ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊറോട്ട ഒന്നും കൊതിയാവും. ശരി, നാട്ടിൽ പോയിട്ട് കഴിക്കാം കേട്ടോ. ഭക്ഷണം വരട്ടെ, എന്നിട്ട് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഭക്ഷണ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബട്ടർ റോട്ടിയാണ്. പിന്നെ ഇവിടെ ഉള്ളത് ദാൽ ഫ്രൈ, അതുപോലെ റൈസ്, പിന്നെ റൈത്തയുണ്ട്, അതുപോലെ നമ്മുടെ സലാഡുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ കാറ് മാറി ഇതാ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതെ അതെ,
നമ്മളിപ്പോൾ പോകുന്നത് പരിമഹൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രൈവറ്റ് വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല. നമ്മളതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോന് പിടിയില്ല. അപ്പോൾ ഇതാ നമ്മൾ കാശ്മീരി സ്റ്റൈലിൽ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ എനിക്കിത്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതാ. അപ്പോൾ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ ഫോണിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അതെ. ഇതാണ് പരിമഹൽ ഗാർഡൻ്റെ വ്യൂ വരുന്നത്. ഇത് തട്ടായിട്ട് ഓരോ ലെയർ പോലെയാണ് ഉള്ളത്. ഇതിൻ്റെ താഴെയുണ്ട്, അതുപോലെ മുകളിലുണ്ട്. ആൾക്കാർ ഇത് ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്, അതുവഴി കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത്. ഇവിടുത്തെ ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഇവർ എല്ലാം ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അവർ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെ. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നമ്മുടെ നാട്ടിലൊക്കെ കൽത്തുറങ്ക് എന്നൊക്കെ പറയില്ലേ, ജയിലിൻ്റെ പഴയകാലത്തെ ജയിൽ, അതിൻ്റെ 2 അറയായത് ഈ നമ്മുടെ ഈ പരിമഹൽ കോട്ടയുടെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആയത്. അതെവിടെ ഒരു മരം കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സീമക്കൊന്ന പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ. ഈ മരവും സീമക്കൊന്നയാണോ ഇത് അതിൻ്റെ അതേ അല്ല അല്ലേ? സീമക്കൊന്നയാ അത്. അതെ, ഇത് നമ്മുടെ നാട്ടിലെ സീമക്കൊന്ന തന്നെയാണ് ഇത്. അതാ കണ്ടില്ലേ? അമ്മ മല്ലിക കണ്ടപാട് അമ്മയുടെ കൃഷിക്കാരി ഗാർഡനർ പുറത്ത് വരുന്നുണ്ട്. മല്ലിക കണ്ടപ്പോൾ നമുക്ക് മല്ലിക വേണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല അടിപൊളിയായിട്ട് മല്ലിക, നല്ല ഭംഗിയുണ്ട് മല്ലിക കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള വഴി, സൈഡിലൊക്കെ കൽവഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കരിങ്കല്ലുണ്ട്. കൊള്ളാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മുഗൾ ഗാർഡൻസിലാണ്. ഇവിടെ ചഷ്മ ഷാഹി എന്ന് പറഞ്ഞ മുഗൾ ഗാർഡനിലുള്ളത്. ഇവിടെ എൻട്രി ചെയ്ത് നമ്മൾ മുകളിലത്തെ ഗാർഡൻ, സാധാരണ പൂക്കൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നോർമൽ കാര്യമായിട്ട് ഒന്നുമില്ല. അതൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് സ്റ്റാളിൽ വന്നിട്ടുള്ളത്. ഇതിവിടെ പലതരം ഡ്രസ്സുകൾ, ഇതൊക്കെ ഫിക്സഡ് റേറ്റിലുള്ളതാണ്. കാശ്മീരി ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. അതിൻ്റെ അകത്തെ വ്യൂ ആയത്. ഒരുപാട് പൂക്കളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഗാർഡൻ. ഇത് ഗാർഡൻ്റെ ഉൾവശം. ഇത് ഒരുപാട് സ്കൂൾ കുട്ടികൾ, പല പല സ്കൂളിലെ കുട്ടികൾ, അതുപോലെ ഒരുപാട് ഫാമിലീസ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇത് ഗാർഡനിൽ വിശ്രമിക്കുന്നുണ്ട്. ഇത് അവിടെ ഒരു ഫാമിലീസ് വീട്ടിൽ നിന്ന് കുടുംബത്തോടെ വന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ ഇതാ പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്. ഒരാളിവിടെ ക്ഷീണം പിടിച്ച് നിൽക്കുന്നുണ്ട് പോലും. തലവേദന ഉണ്ടാ? പിന്നെന്താ, എന്തെല്ലോ ക്ഷീണം അല്ലേ? വെയിൽ കൊണ്ടതിൻ്റെ ആയിരിക്കും അല്ലേ? ശരി, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് എവിടെയെങ്കിലും മാറിയിരിക്കാം. നല്ല അടിപൊളിയായിട്ട് ഇത് ഗാർഡൻ്റെ വ്യൂ. അടിഭാഗത്തു നിന്നുള്ള വ്യൂ ആയത്, താഴെ ഭാഗത്താണ് ഇതുള്ളത്. അമ്മ അങ്ങനെ നടന്ന് വരുന്നുണ്ട്.
കാശ്മീരിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഗാർഡൻസ് തന്നെയാണ്. ഇതിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡാൽ ലേക്കിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു നിശാന്ത് ഗാർഡൻ എന്ന് പറഞ്ഞ ഷാലിമാർ ഗാർഡൻ ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. മൊത്തത്തിൽ ഈ ഗാർഡൻസിനെയൊക്കെ മുഗൾ ഗാർഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി മുകളിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കുറച്ചുകൂടി അങ്ങോട്ടേക്ക് സ്റ്റെപ്പായിട്ട് തന്നെ ഗാർഡൻസ് ഒരുപാടുണ്ട്. ഇതിൻ്റെ തന്നെ ഓരോ പാർട്ടായിട്ട്. നമ്മൾ ഇവിടെ ഈ തണലിൽ ഇങ്ങനെ ഇവിടെ കുത്തിയിരിക്കുകയാണ്. നടന്ന് ക്ഷീണിച്ച് ഒരാളിവിടെ ഇരുന്ന് ഷൂസൊക്കെ അയച്ചിരുന്ന് മുമ്പിൽ മുമ്പോട്ട് വേണം. അവിടെ ലാസ്റ്റ് നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മൊമോസ്. ചട്നിയിൽ മുക്കിയിട്ട് കഴിക്കും. ആക്രാന്ത് ഗായ്സ്, നമ്മളങ്ങനെ ഡാൽ ലേക്കിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളിയായിട്ടുണ്ട് വ്യൂ കാണിച്ചത്. ഇനി ഇതില്ലാത്ത കൂടി കയറിയ നമ്മളെ ട്രിപ്പ് ഇവിടെ കത്തും. ओके, गुड इवनिंग। शॉपिंग, इयरिंग, ब्रेसलेट, झुमके, सेट वेट हमारे पास गिफ्ट आइटम चलता फिरता दुकान, इसमें टाइम वेस्ट नहीं होता, जैसे रनिंग शॉप। क्या क्या आइटम्स है इसमें? ब्रेसलेट है, सेट से, इयरिंग से, झुमका है, शो पीस है। किस टाइप के आते हैं? 4 पीस सेट में। ये पूरा कश्मीरी इयरिंग देंगे 4 पीस में आता है। और इससे डिफरेंट दिखने कश्मीरी झुमके में डिफरेंट इस तरह झुमका इस टाइप के आते हैं, छोटे बड़े में छोटा मोटा डिफरेंट प्राइस। सी जस्ट हैव अ लुक, डिफरेंट आई हैव डिफरेंट अलग लेना है। मैं मेरा फ्लेक रहता है चाय पीना भैया? चाय अरे यहाँ का फेमस ट्रेडिशनल टी है। हम अभी बाहर से पी के आए हो। देखो कमल का फूल, हाँ हाँ, लाल वाला। अच्छा അതാ അവിടെ താമരയുണ്ട് അങ്ങോട്ട്. ഇത് ഹൗസ് ബോട്ടുകൾ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനെല്ലാം പറ്റുന്ന. ഇതിൻ്റെ അകത്ത് ഒരു ദിവസത്തേക്ക് 4000-5000 ഒരു നൈറ്റിന് നമ്മൾ കൊടുക്കണം. ഇതിൻ്റെ അകത്തുള്ള മാർക്കറ്റുകളാണ്. നമുക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ ഇത് സൈഡാക്കി തരും. ബോട്ട് ഇതൊക്കെ ഈ വെള്ളത്തിൻ്റെ അകത്ത് തന്നെയുള്ള കടകളാണ് കംപ്ലീറ്റ്. എല്ലാം വെള്ളത്തിൻ്റെ അകത്ത് കുത്തി നിർത്തിയിട്ട് കണ്ടില്ലേ. നമുക്ക് എന്ത് വേണമെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഏത്? ആ പിന്നെ അപ്പോൾ ഗൈസ്, നമ്മൾ 2 ദിവസമായിട്ട് കാശ്മീരിൽ നിന്ന് കറങ്ങാൻ പോയ സ്ഥലങ്ങളും പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്കാണ് പോയത്. എന്നിട്ട് വീണ്ടും കുറച്ച് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം
ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും വീഡിയോസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.